വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്ന് സ്പെഷ്യലി അർജുൻ്റെ എന്തോ സ്പെഷ്യലി നമ്മുടെ അർജുൻ പരുത്തിപ്പള്ളി ഉണ്ട് നമ്മുടെ വീഡിയോ കൂടെ. അർജുൻ പരുത്തിപ്പള്ളി എന്താ നമ്മൾ സ്പെഷ്യലി കുറച്ച് ചിക്കനെ കൊണ്ടുവന്നിട്ട് മൂപ്പർ എന്തൊക്കെ ഉണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്താ പരിപാടി? KFC. അപ്പോൾ നമ്മൾ KFC പരീക്ഷിക്കാൻ നോക്കാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാവും അറിയാൻ പറ്റില്ല. ഇത് നമ്മുടെ എന്താ പേരെന്താ? അബീത്ത്. എവിടെ വീട്? പരുത്തിപ്പള്ളി. പൊന്നോ, ഇവര് മൊത്തത്തിൽ ഒരുമിച്ച് ഇറങ്ങിയിരിക്കണ്ടോ. അപ്പോൾ അവരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം കുറച്ച് തൈര്, നമ്മൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈര് അതിലിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല, അല്ല ഇത് പെപ്പറാണ്, ഗരം മസാല അല്ല, കുറച്ച് പെപ്പർ അതിലിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല, ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത മുളക്, ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി. അതിലോട്ട് കുറച്ച് നമ്മൾ ഒരു 2 പൂണ്ട് വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചി പേസ്റ്റ്, ഒരു 50 ഗ്രാം കുറച്ച് ഇഞ്ചി പേസ്റ്റും, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലാതെ നമുക്ക് ഒരു പരിപാടിയില്ല. അതിലോട്ട് നമ്മൾ ഇതൊന്ന് കുറച്ച് ഉപ്പിട്ടിട്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക, കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിലോട്ടൊരു 2 ലെമണ് ഒഴിക്കാം. ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലല്ലോ, കുരു ഇത് പെടാതെ നോക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചിക്കനിലോട്ടുള്ള മസാല റെഡിയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ചിക്കൻ ഇതിലിട്ടിട്ട് നമ്മളിവിടെ ഒരു ചിക്കനെ ഒരു 6 പീസാക്കിയിട്ട് മുറിച്ചിട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ടാണ്ടല്ലോ കുറച്ച് ഇതിനെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കുണ്ടല്ലോ എല്ലാ ചിക്കനും ഇതിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ തോലോടെ ചിക്കനെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് KFC ഉണ്ടാക്കുന്ന സമയത്ത്. ഇതിപ്പോൾ നമ്മൾ തോല് കടയിൽ പറഞ്ഞപ്പോഴേക്കും അവർ തോലൊക്കെ ഉരിച്ച്, തോലോടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മളുണ്ടല്ലോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ മിനിമം ഒരു ദിവസമൊക്കെ വൈകിട്ട്, അതായത് നൈറ്റാണ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നൈറ്റ് ഫുള്ളായിട്ട് നിങ്ങളിതിനെ മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെക്കണം പറഞ്ഞാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ നമ്മളെന്തായാലും മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിതിനെ അടച്ച് മാരിനേറ്റ് ചെയ്ത് എടുത്ത് വെക്കാൻ പോവുകയാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പോൾ ഇവിടെ പാടത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കാണാനൊരു നമ്മുടെ പാലക്കാടൻ ഗ്രാമീണ ഭംഗി വേറൊരു രീതിയിൽ നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം അല്ലേ. അടുപ്പുണ്ടാക്കണ മേസ്ത്രി ആ കല്ലൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ഈ മൂപ്പരാണ് ഇവിടുത്തെ മേസ്ത്രി. അടുപ്പുണ്ടാക്കണ മേസ്ത്രിയുടെ പേരെന്താണ്? നമ്മൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി നമ്മൾ ചിക്കനിൽ ഇടാനുള്ള കോട്ടിങ്ങിന്, ടോപ്പിൽ കോട്ടിങ് നിങ്ങൾ KFC കഴിക്കുമ്പോൾ കണ്ടിട്ടോ മേലെ ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ് ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള മസാല നമ്മൾ റെഡിയാക്കാൻ പോവാണ്. ഓക്കെ, ഇത് 1 കിലോ മൈദയാണ്. നമ്മളെന്തായാലും ഒരു 1/2 കിലോ മൈദ നമ്മൾ എടുക്കും. അതുപോലെ ഒരു 100 ഗ്രാം ഇതിൽ നമ്മൾ, അതായത് നമ്മുടെ കോൺ പൗഡർ, ചോളത്തിൻ്റെ പൗഡർ, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് നമ്മൾ അത്ര ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അത്രയും ഉപ്പിൻ്റെ ആവശ്യമില്ല. കുറച്ച് നമ്മൾ കുരുമുളക് പൗഡർ, അതുപോലെ കുറച്ച് നമ്മൾ ഗരം മസാല, ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല, കൂടുതലിടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ചില്ലി. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കണം. നമ്മുടെ ചിക്കനിൽ കൊടുക്കാനുള്ള കോട്ടിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2ാമത്തെ സ്റ്റേജ് KFCയുടെ പരിപാടി റെഡിയായി. ഇനി നമുക്കൊന്ന് അടുപ്പ് റെഡിയാക്കാനുള്ള പരിപാടി നോക്കാം. അടുപ്പ് സെറ്റപ്പൊക്കെ ആക്കി
ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലിട്ട് കുറച്ച് 1 ലിറ്റർ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ഉണ്ടല്ലോ ഡീപ്പ് ഫ്രൈ ചെയ്യണം. അപ്പോൾ അതുകാരണം കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിക്കുന്നത് നല്ലതാണ്. നല്ല കാറ്റുണ്ട് എന്തായാലും. 1 ലിറ്റർ എണ്ണയുടെ എടുത്തിട്ട് എണ്ണ ചൂടാവട്ടെ അല്ലേ. നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എണ്ണയൊക്കെ ചൂടായി നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകണം. നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലങ്ങ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് വെറും വെള്ളത്തിലിട്ടാൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് തിരിച്ചെടുക്കുക. ഒന്നുകൂടെ അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഡിപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്ന് എടുക്കുന്ന സമയത്ത് ഈ പൊടി മൊത്തം ഇതിന്ന് കളയണം. അപ്പോൾ കളയുമ്പോൾ തന്നെ ഇതാ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ആ എണ്ണയിൽ അങ്ങോട്ട് ഇട്ട് ഫ്രൈ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റെഡിയാക്കാം. ഒന്നെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. തിരിച്ച് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. തിരിച്ചെടുക്കുക. വെള്ളം ഒന്ന് ഇത് ചെയ്തിട്ട് നമ്മുടെ മാവിലിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് കുടഞ്ഞു കൊടുക്കുക. ഈ മാവ് മൊത്തം അങ്ങോട്ട് പോകണം. ഇത് നമ്മുടെ എണ്ണയിലോട്ട് അങ്ങോട്ട് റെഡി. നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ KFC ചിക്കൻ ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയി. നല്ല മുരിഞ്ഞ് സെറ്റപ്പായി. അപ്പോൾ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഇല്ലല്ലോ സെക്കൻഡ് ട്രിപ്പ് റെഡിയായി. നമ്മൾ സെക്കൻഡ് ട്രിപ്പിലുണ്ടല്ലോ 2 കോഴിൻ്റെ കാലം കൂടെ എടുത്ത് റെഡിയാക്കി. അപ്പോൾ ഗൈസ് നമ്മളുണ്ടല്ലോ KFC ഉണ്ടാക്കി സക്സസ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ KFC ടേസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ കൂടെ രാജുവേട്ടനുണ്ട്, അർജുൻ പരുത്തിപ്പള്ളി ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ടേസ്റ്റ് ഒക്കെ രാജുവേട്ടൻ തന്നെ നോക്കിക്കോട്ടെ കേട്ടോ. പറയും അർജുൻ പരുത്തിപ്പള്ളി ഓരോരുത്തർ എന്തായാലും ഒരു കാലെടുക്ക്. എങ്ങനെയുണ്ട്? ക്രിസ്പി ആയിട്ടുണ്ടോ? സാധനം കാണും എങ്ങനെയുണ്ട്? കടിച്ചതിന്റെ ക്രിസ്പി സൗണ്ട് കയ്യിൽ വരുന്നുണ്ട്. അർജുൻ സാധനം അടിപൊളിയുണ്ട്. KFC നീ കഴിച്ചിട്ടുണ്ടോ? അത് ആദ്യം കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നോണയല്ല പറയണത്, തള്ളല്ല. സാധനം എന്തായാലും നമുക്ക് കാണുമ്പോ തന്നെ ഉണ്ടല്ലോ സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കൂടെ 4-5 ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാരും കഴിച്ചു നോക്കട്ടെ. നമ്മളുണ്ടല്ലോ നമ്മുടെ KFC ചിക്കൻ ഉണ്ടല്ലോ
അടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മുഖം കാണിക്കുന്നില്ല. നോക്കട്ടെ എന്തായി. അതാണ് KFCയുടെ ഇത് നോക്കിയോ, കാണാനില്ല. അപ്പോൾ എല്ലാവരും കൂടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ അർജുൻ പരുത്തിപ്പള്ളി മാത്രമേ ഉള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതുള്ളൂ. മറക്കരുത്. അപ്പോൾ ബെൽ ബട്ടൺ അമർത്തുക. അമർത്തിക്കോ. അപ്പോൾ ഞാൻ പോകണേ.